സ്ത്രീ പീഡകർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയൻ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഒടുവിലത്തെ സംഭവമാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രതിപക്ഷവും ഞങ്ങളും ഒക്കെ ആ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പരസ്യമായി ഇതുവരെ അവർ പറഞ്ഞത് ആരും പരസ്യമായി പരാതി പറയാൻ രംഗത്ത് വരുന്നില്ല, ആളുകളുടെ പേര് വിവരം ഞങ്ങളുടെ മുമ്പിലില്ല. ഒരു പങ്കാളി നടി തന്നെ വളരെ അവർക്കുണ്ടായ ദുരനുഭവം മാധ്യമങ്ങളുടെ മുമ്പാകെ തുറന്നു പറഞ്ഞിട്ടും ഇപ്പോഴും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്ന രഞ്ജിത്തിനെയാണ് നമ്മൾ കാണുന്നത്. സർക്കാർ അടിയന്തരമായി ഈ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് പുറത്താക്കണമെന്ന് മാത്രമല്ല FIR രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ തയ്യാറാവണം. പക്ഷേ ഇടതുപക്ഷ ആഭിമുഖ്യമുണ്ടെങ്കിൽ, ഇടതുപക്ഷ പ്രവർത്തകരാണെങ്കിൽ, പിണറായി വിജയനെ പുകഴ്ത്തുന്നവരാണെങ്കിൽ അവർക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും രഞ്ജിത്ത് ആ സ്ഥാനത്ത് തുടരുന്നത്. അതെ, എങ്ങനെ കേട്ടില്ല? അല്ല, അവരൊക്കെ സർക്കാരിന്റെ ഭാഗമായി നിന്നിട്ടും ഇത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇത്രയും വർഷമായി സർക്കാരിന്റെ ഭാഗത്ത് സുരക്ഷിതമായി ആരുടെയും മുമ്പിൽ ഇത് കാണിക്കാതെ പൂഴ്ത്തിവെച്ചിട്ടുണ്ട് എങ്കിൽ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന സിനിമാക്കാർ അവരുടെ കൂടി താല്പര്യം കൊണ്ടായിരിക്കുമെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. അതേക്കുറിച്ച് ഗണേഷ് കുമാറിനോടക്കം അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മിണ്ടാതെ പോകുന്നത്? സിനിമാ മേഖലയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഗണേഷ് കുമാറോ മുകേഷോ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? അപ്പോൾ അവർക്കെതിരെ കൂടി ആരോപണങ്ങളുണ്ട് എന്ന ഒരു അനുമാനത്തിൽ നമുക്ക് ഇപ്പം നിൽക്കാനേ കഴിയുള്ളൂ. അല്ലെങ്കിൽ സർക്കാർ പറയട്ടെ അവർ കുറ്റവിമുക്തരാണ്, അവർക്കെതിരെ ആരോപണമില്ല, മറ്റുള്ള ആളുകളാണ്, അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് എന്തുകൊണ്ടാണ് സർക്കാർ പറയാത്തത്? അങ്ങനെ പറയാതിരിക്കുന്നിടത്തോളം കാലം അവരും സംശയത്തിന് നേരിലാണ്. ഒരു സംശയം വേണ്ട.